ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം. മനുഷ്യനായി ഈ ലോകത്തിൽ ജനിച്ചാൽ നാം നേടേണ്ടത് പരമമായ കൈവല്യാനുഭൂതിയാണ്. വിഷയഭോഗങ്ങൾ ഈ ശരീരത്തിൽ വെച്ചല്ലെങ്കിൽ ഏത് ശരീരത്തിൽ വെച്ചും യഥേഷ്ടം അനുഭവിക്കാൻ സാധിക്കുന്നതാണ്. അതിനാൽ വിഷയഭോഗങ്ങൾ മാത്രം അല്ല ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യം. ഭോഗങ്ങൾ വേണം, എങ്കിൽ മാത്രമേ ഇവിടെ സൃഷ്ടി നടക്കുകയുള്ളൂ. അതുപോലെ ദേഹം നിലനിൽക്കുകയുള്ളൂ. ദേഹത്തെ നിലനിർത്താൻ ആവശ്യമായ ഭോഗങ്ങളെ മാത്രമേ നാം സ്വീകരിക്കാവൂ. അങ്ങനെ ദേഹത്തെ നിലനിർത്തിയാലും എത്ര നമ്മൾ സ്വാദിഷ്ടവും പോഷകമൂല്യമായ ഭക്ഷണം കഴിച്ചാലും ഈ ശരീരത്തിനൊരു ഗ്യാരണ്ടിയുണ്ട്. ആ ഗ്യാരണ്ടി വരെ മാത്രമേ ദേഹം നിലനിൽക്കുകയുള്ളൂ. അതുകൊണ്ട് ജീവിതമാണ് പരമപ്രധാനമായിട്ടുള്ളത്. മരണം എങ്ങനെ ഇരിക്കുമെന്ന് ഇപ്പോൾ ആലോചിച്ച് തലപുണ്ണാക്കേണ്ടതില്ല. എങ്ങനെ ജീവിക്കണം എന്നാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. അതുകൊണ്ട് ഒരു കവി പറയുകയാണ്, മരിക്കുകയിൽ പിന്നെ മനുഷ്യജന്മം ലഭിക്കുമെന്നുള്ളതിനെന്തുറപ്പാം, അല്ലെങ്കിൽ ഏതോ പരിതസ്ഥിതിക്ക് മധ്യത്തിലായാലും അതീവ ശോച്യം. മരിക്കുകയിൽ പിന്നെ മനുഷ്യജന്മം, ഈ ദേഹം നാം ഉപേക്ഷിക്കപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ഇതേ അവസ്ഥയിൽ നമുക്ക് മറ്റൊരു ദേഹം കിട്ടി എന്ന് വരില്ല. നമ്മുടെ കർമ്മത്തിനനുസരിച്ച് ഒന്നുകിൽ നികൃഷ്ടമായ ഇതിനേക്കാൾ താഴ്ന്ന ലെവലിൽ, അല്ലെങ്കിൽ ഉത്കൃഷ്ടമായ കർമ്മങ്ങളാണ് ചെയ്തതെങ്കിൽ ഇതിനേക്കാൾ കുറച്ചുകൂടി ശ്രേഷ്ഠമായ ഒരു ജീവിതം നയിക്കാൻ പറ്റിയ ശരീരം നമുക്ക് കിട്ടിയെന്ന് വരാം. ഇത് രണ്ടുമല്ലെങ്കിൽ ഇടത്തളത്തിലുള്ള, അതിൻ്റെ മധ്യവർത്തിയായിരിക്കുന്ന, അധികം പുണ്യമോ അധികം പാപമോ ഇല്ലാത്ത ഒരു ചിന്താധാരകളാണ് നമ്മുടെ ജീവിതത്തിലെങ്കിൽ നാം മധ്യവർത്തിയായി വന്നാലും ഈ ലോകത്തിൽ ദുഃഖാത്മകമായിരിക്കും. അതിനാൽ നാം തീർച്ചയായും ഈ അവസ്ഥയിൽ നിന്നും ഉയരത്തക്ക വിധത്തിൽ ശ്രദ്ധയോടുകൂടി വേണം ജീവിക്കാൻ എന്നാണ്. അല്ലെങ്കിൽ അതേവ ശോച്യം. മധ്യവർത്തിയായാലും ഇടത്തട്ടിലായാലും ദുഃഖാത്മകമായിരിക്കും, അജ്ഞാനബാധിതമായിരിക്കും. ഈ അജ്ഞാനം നീങ്ങി ജ്ഞാനോദയം നമുക്ക് എന്നുണ്ടാകുന്നുവോ അപ്പോൾ നമുക്ക് ജനനവും മരണവും ഇല്ല. ജനന മരണാദികൾ ഇല്ലാത്തവരാണ് നാം ഓരോരുത്തരും. ജനനവും മരണവും ജീവിതവുമെല്ലാം ശരീരത്തിനാണ്. ഈ ശരീരമുള്ളപ്പോൾ ഈ ജീവിതത്തിൽ വേണം ആ പരമമായ അവസ്ഥയിലേക്ക് ഉയരാൻ. അതിന് പറ്റിയ ഒരു അവസരമാണ് ഈ ജന്മം എന്ന് പറയുന്നത്. അതിനാൽ ജന്മത്തെ നമ്മൾ ഉത്കൃഷ്ടമായ തലത്തിലേക്ക് ഉയരാൻ പറ്റുന്ന വിധത്തിൽ വേണം ജീവിക്കാൻ. അതുകൊണ്ട് മരിക്കുകയിൽ പിന്നെ മനുഷ്യജന്മം ലഭിക്കുമെന്നുള്ളതിനെന്തുറപ്പാം, അല്ലെങ്കിൽ ഏതോ പരിതസ്ഥിതിക്ക് മധ്യത്തിലായാലും അതീവ ശോച്യം.